beautiful people. Very good morning. So, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പം ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയാലോ? വാ. സോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശ. ഹോട്ടലിലെ ഫുഡ് പോലൊന്നല്ല, എന്നാലും എൻ്റെ കൈപ്പണിയൊന്നും വേറെ തന്നെയാണ്. സോ ഇതാണ് ദോശമാവ്. ഞാൻ അരച്ചൊന്നും ഉണ്ടാക്കിയ ദോശമാവൊന്നുമല്ല, നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ദോശ മാത്രമല്ല, മസാല ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കുക്കിംഗ് ചെയ്യുന്ന ആളാണ്. എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ, കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ച് കിട്ടുന്ന ആ ഒരു ഇത്. സോ നമുക്കുണ്ടാക്കാം. മുരിയലിനായിട്ട് ഞാനിവിടെ നെയ്യാണ് ഒഴിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുറച്ച് നെയ്യൊക്കെ ഉണ്ടായാലുള്ളൂ അത് ടേസ്റ്റ് കിട്ടും. കുറച്ച് നെയ്യ് കേട്ടോ, ഒഴിക്കാൻ പോട്ടോ. എല്ലാവരും ദോശക്കല്ലിലൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ദോശക്കല്ലൊന്നുമില്ല. സോ ഞാനിതിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആരും എന്നെ കുറ്റം പറയരുത്. അങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ. ഇങ്ങോട്ട് പോകാം. ക്ഷമിക്കണം കേട്ടോ. പക്ഷെ ടേസ്റ്റ് ചെയ്യാനല്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാനിത് പതുക്കെ ശരിയാക്കാം. ഓക്കെ. നമ്മളിനി കുറച്ച് നെയ്യ് ഇതിൽ തൂവണം. ആഹാ, എന്താ രസം. ഹേയ്, നമുക്കൊന്ന് മറിച്ചിട്ടാലോ. ഹായ്, കറക്റ്റായിട്ട്. നൈസ്. ശരിക്കൊരു ഫുഡ് ലവറാണ് കേട്ടോ, അതാണ് ഈ ഒരു കോലം. പക്ഷെ ഞാൻ കുറയ്ക്കും, കാണിച്ചു തരാം. സോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. ചിക്കനൊക്കെ ഉണ്ടാക്കും, ബീഫ് ഉണ്ടാക്കും, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എന്നാലും എനിക്കിഷ്ടമാണ് കുക്കിങ്. നമുക്കിതിനകത്ത് ഫിൽ ചെയ്യാം. ഇതാണ് മസാല. ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാല. കുറച്ചിട്ടാൽ മതി. ആക്ച്വലി മമ്മി ഉണ്ടാക്കുന്നത് കണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാനങ്ങനെ പുറത്തു പോയി മസാല ദോശ അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് ഇഷ്ടമല്ല പുറത്തു പോയി മസാല ദോശ. പക്ഷെ എൻ്റെ അമ്മയുടെ മസാല ദോശ ഒരക്ഷരോ എൻ്റെ വായിന്ന് വെള്ളം വരുന്നു. ഇതങ്ങോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടങ്ങ് ചെയ്ത് മമ്മിയുടെ ആ ഒരു കൈപ്പുണ്യം കേട്ടോ എനിക്കും കിട്ടിയേക്കുന്നത്. അമ്മേനെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിന് നമ്മളിനി എങ്ങോട്ട് ഇതിലേക്കിടാം. ഹേയ്, സോ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഴുവൻ കഴിക്കത്തൊന്നുമില്ല, 2 കഴിക്കത്തുള്ളൂ. കഴിക്കാം. എന്താ ടേസ്റ്റ്, കാണാൻ തന്നെ എന്ത് രസമുണ്ട്. അതിൻ്റെ ഒരു ബന്ധമല്ല. സാമ്പാർ ഉണ്ടാക്കി തീർന്നു പോയി. സാമ്പാറിൻ്റെ ഒരു ചട്നിപ്പൊടിയുണ്ട്. ടേസ്റ്റ് കേട്ടോ, അപ്പോൾ ആ രക്ഷയില്ല. ഇതിൻ്റെയാണോ ബ്രാഹ്മിൻസിൻ്റെ പൊടി തന്നെ. കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. ഈ ഗോതമ്പ് ദോശയും കറിയൊന്നും ഇല്ലാതിരിക്കുമ്പം സത്യം പറഞ്ഞതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇതിനോട് നമ്മൾ എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ചാലിച്ചങ്ങോട്ട് എടുക്കും. അയ്യോ, ഇതിങ്ങോട്ടിങ്ങനെ കലക്കി ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ. കുറച്ചുകൂടെ വേണമല്ലേ.
ഓക്കെ, സോ ഇതാണ് എൻ്റെ മസാല ദോശ കൊണ്ടുള്ള ചട്നി. പൊളിയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. സോ എൻ്റെ എപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. See you all. Bye.